ഈ കാണുന്നതാണ് നെല്ലിയാമ്പതിയിലെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഓറഞ്ച് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഫാം. ഈ പ്രദേശം ആദ്യം കൊച്ചി രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. 1943 പോളിയ എസ്റ്റേറ്റിന്റെ കീഴിലായിരുന്നു. 1956 ഇത് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമായി വികസിപ്പിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സൈനികർക്കായി പഴങ്ങളും പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ഏറ്റവും പ്രശസ്തമായ സർക്കാർ കൃഷി ഫാമുകളിൽ ഒന്നാണ് ഇത്. സാധാരണ ഒരു ഓറഞ്ച് തോട്ടമല്ല. കൃഷി, വിനോദസഞ്ചാരം, ഗവേഷണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്നിവ ഒരുമിച്ച് നടത്തുന്ന ഒരു വലിയ ഫാമാണ്. ഫാമിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മനോഹരമായിട്ടുള്ള പൂന്തോട്ടം, നിരവധി ഇനം പൂക്കൾ, ഗോൾഡൻ ഷവർ, പലതരത്തിലും കളറിലുമുള്ള ചെമ്പരത്തിപ്പൂ, ബൊഗെയിൻവില്ല, അങ്ങനെ നിരവധിയായിട്ടുള്ള പൂക്കൾ കൊണ്ട് സമ്പന്നമാണ്. ഈ കാണുന്നതാണ് ചാമ്പയ്ക്ക മരങ്ങൾ. അത് ചാമ്പയ്ക്ക തണൽ മരം എന്നാണ് അവരെ പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ, അതായത് ചെളിയൊന്നും പറ്റാത്ത രീതിയിൽ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്നതിന് വേണ്ടി ഒരു മരത്തിൽ തന്നെ കസേരയും മേശയും തയ്യാറാക്കിയിരിക്കുന്നു. മരത്തിന്റെ മുകളിൽ ഒരു ഏറുമാടം കെട്ടിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ മുകളിലോട്ടൊന്ന് കയറാം. ആ ഇരുമ്പിന്റെ റൗണ്ട് ഏണിയിൽ കയറി മേളിലോട്ട് ചെന്നാൽ നമുക്ക് മനോഹരമായ കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഈ ഏറുമാടത്തിന്റെ മേളിൽ കയറാൻ വേണ്ടി നല്ല തിരക്കാണ്. കുറച്ചു പേർക്ക് കയറാൻ പറ്റുള്ളൂ, അല്ല ഇടിഞ്ഞും വീണ പണിയാണല്ലോ. ഇതിന്റെ മുകളിൽ നിന്ന് മനോഹരമായ ദൂരക്കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അതിമനോഹരമാണ്. ഇതിന് മുകളിൽ നല്ല കാറ്റും കിട്ടുന്ന ഒരു സ്ഥലമാണ്. നിരവധി ഇനം പൂക്കളുടെ ശൃംഖലയുണ്ട് ഇവിടെ. ഇത് കണ്ട വലിയ സൂര്യകാന്തി കണ്ട, വലിപ്പമുള്ള നല്ല സൂര്യകാന്തിയാണ്. അത് വിടർന്നേക്കാൻ എന്ത് മനോഹരമാണെന്ന് നോക്കി. പിന്നെ ആമ്പൽക്കുളം, അതിൽ കുറച്ച് ആമ്പലുള്ളൂ. ഇതിൻ്റെ ഉള്ളിലെ പച്ചക്കറിത്തോട്ടം നമുക്കൊന്ന് കാണാം. നിരവധി സ്ഥലത്താണ് ഈ കൃഷി നടക്കുന്നത് കേട്ടോ. ക്യാബേജുകളുടെയും വെള്ള കളറിലെയും വയലറ്റ് കളറിലെയും ക്യാബേജുകൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ കോളിഫ്ലവർ, ഇതിനെ പറയുന്നത് സമ്പർ ക്യാഷ് എന്നാണ് കേട്ടോ. ഇതും നിരവധിയായ സ്ഥലങ്ങളിലാണ് ഇത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. കണ്ട, ഓറഞ്ച് തോട്ടം ഉണ്ടാ കാണുന്നത്. ഓറഞ്ച് മരങ്ങളാണ് നിൽക്കുന്നത്. അതിൽ ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നത് കണ്ട. ഈ കാണുന്നതാണ് പാഷൻ ഫ്രൂട്ട്. പന്തലിട്ട് മനോഹരമായ രീതിയിലാണ് അവർ കൃഷി ചെയ്യുന്നത് കേട്ടോ. ആ പാഷൻ ഫ്രൂട്ട് ഉണ്ടായി കിടക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ചിലത് മഞ്ഞ കളറ്, ചിലത് പച്ച കളറ്. ഇത് വെച്ചൊക്കെ പല സ്കോഷും ജാമൊക്കെ ഉണ്ടാക്കി അവർ വിൽക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറി നമുക്ക് ഇവിടെ നിന്ന് വാങ്ങുവാൻ സാധിക്കും. അതിൻ്റെ ഔട്ട്ലെറ്റാണ് ഈ കാണുന്നത്. ഇവിടുത്തെ കാഴ്ച കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി അടുത്തത് പോണത് തേയിലത്തോട്ടത്തിലോട്ടാണ്. കൂടെ വന്നേക്കണവരൊക്കെ ഫോട്ടോയും വീഡിയോയും റീൽസൊക്കെ എടുക്കണ്ടായി. അപ്പം ഞങ്ങളും ഒരു റീൽസ് എടുത്തു.
ഇവിടെ നിന്നും ഞങ്ങൾ അടുത്ത് പോകുന്നത് കേശവൻ പാറയിലോട്ടാണ്. ഇതാണ് കേശവൻ പാറയുടെ എൻട്രൻസ്. ഇവിടെ നിന്ന് കുറച്ച് അധികം നടക്കാനുണ്ട് ഈ കാടിന്റെ ഉള്ളിൽ കൂടി. ഈ കാണുന്നതാണ് കേശവൻ പാറ വ്യൂ പോയിന്റ്. പാലക്കാട് ജില്ലയിലെ മനോഹരമായ മലനിര പ്രദേശമായ നെല്ലിയാമ്പതിയിലെ പ്രശസ്തമായ ഒരു വ്യൂ പോയിന്റ് ആണ്. പ്രകൃതി സൗന്ദര്യവും മേഘക്കാഴ്ചകളുടെ വിശാലമായ താഴ്വരകളുടെ ദൃശ്യവിസ്മയവും കൊണ്ടാണ് ഇത് ശ്രദ്ധേയമാകുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ പാലക്കാട് ജില്ലയിലെ വിശാലമായ പാടശേഖരങ്ങളും താഴ്വരകളും കാണുവാൻ കഴിയും. മൺസൂൺ കാലത്തും അതിനുശേഷവും മേഘങ്ങൾ മലമുകളെ പൊതിഞ്ഞു നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഇവിടുത്തെ കാഴ്ചയും കണ്ട് ഞങ്ങൾ തിരിക്കുകയാണ്. കേശവൻ പാറയിലെ കാഴ്ചയും കണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തി. പോത്തുണ്ടി ഡാമിന്റെ ഉള്ളിലോട്ടുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. ഡാമിന്റെ സമീപത്തുള്ള മനോഹരമായ ഉദ്യാനമാണ്. നന്നായി പരിപാലിക്കപ്പെടുന്ന പൂന്തോട്ടങ്ങൾ, പുൽത്തകിടികൾ, കുട്ടികൾക്കുള്ള കളിസൗകര്യങ്ങൾ. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി മലനിരകളുടെ അടിവാരത്തുള്ള മനോഹരമായ ഒരു ജലസേചന അണക്കെട്ടാണ് പോത്തുണ്ടി ഡാം. നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണിത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടത്. അന്നത്തെ നിർമ്മാണ രീതിയിൽ സിമന്റ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നില്ല. അതിനാൽ ചുണ്ണാമ്പ്, സുർക്കി, ജാഗരി എന്നിവ ചേർത്ത മിശ്രിതം ഉപയോഗിച്ചാണ് ഡാമിന്റെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. വർണ്ണപ്രഭയാൽ മനോഹരമാക്കിയിരിക്കുന്ന ഈ പാർക്ക് കാണാൻ എന്തു ഭംഗിയാണ്. കുടുംബസമേതം സമയം ചെലവഴിക്കുവാനുള്ള സൗകര്യങ്ങളും വിശ്രമിക്കുവാനുള്ള ഇരിപ്പിടങ്ങൾ, ഫോട്ടോഗ്രാഫിക്ക് ഉൾപ്പെടെയുള്ള അനുയോജ്യമായ സ്ഥലമാണ് ഈ പാർക്ക്. ഇനിയും കാഴ്ചകൾ ഏറെയുണ്ട് കാണാൻ. കാഴ്ചകൾ അവസാനിക്കുന്നില്ല.